കേസിൽ അതിൽ ജനങ്ങൾ ഒരിക്കലും ഒന്നും തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. തികച്ചും സുതാര്യമാണ്. ഇന്ന് പഴയതുപോലെയല്ലോ 10 രൂപ കൊടുത്താൽ നമുക്കറിയേണ്ട കാര്യങ്ങൾ അറിയാനുള്ള എല്ലാ വകുപ്പുകളുണ്ട്. ബാങ്കിൽ പണമുണ്ടോ എന്ന് എഴുതി ചോദിച്ചാൽ അവർ തരും. ഇത് ഒരു ചാരിറ്റബിൾ ട്രസ്റ്റാണോ എന്ന് ചോദിച്ചാൽ ഇതറിയും. കോടതിയിൽ ഒരു 10 രൂപ മുദ്രക്കടലാസ് രജിസ്ട്രാർ കൊടുത്താൽ കോടതി പറയും എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റ്, എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റ് അല്ലാത്തത്, എന്താണ് സ്വകാര്യ ട്രസ്റ്റ്, എന്താണ് ചാരിറ്റബിൾ ട്രസ്റ്റ്. 10 രൂപ അടക്കിയേ വേണ്ടു, അവർ പറഞ്ഞു തരും. ഇൻകം ടാക്സ് കമ്മീഷൻ്റെ അടുത്ത് പോയിട്ട് 10 രൂപ അടച്ചാൽ ഇത് ചാരിറ്റബിൾ ട്രസ്റ്റാണോ അല്ലയോ, സ്വകാര്യ ട്രസ്റ്റാണോ അല്ലയോ എന്നൊക്കെ പറയാൻ കഴിയും. ഇപ്പോഴത്തെ കാലത്ത് ഒരു പൊതുസമൂഹത്തിനോട് ഒന്നും പറയേണ്ട കാര്യമില്ല, അവർക്കെല്ലാ കാര്യങ്ങളും അറിയാം. ഇതൊരു ചാരിറ്റബിൾ ട്രസ്റ്റാണ്. ചാരിറ്റബിൾ ട്രസ്റ്റായിട്ട് അത് വരാനുള്ള കാരണം ഈ ആദായ നികുതി വകുപ്പ് ഒരു നിയമമുണ്ട്. നമ്മൾക്ക് കിട്ടുന്ന പണത്തിന് നിശ്ചിത നികുതി കൊടുക്കണം. മാത്രമല്ല ഈ പണം തരുന്നവർക്കും അവർക്കതിൻ്റെ ആനുകൂല്യം കൊടുക്കണം. അതിന് ATG എന്നും ആ സംഘടനയ്ക്ക് നികുതിയിൽ നിന്ന് ഒഴിവാക്കുന്നത് 12A എന്നും പറയും. അത് ആദായ നികുതി വകുപ്പ് വെട്ടിക്കാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ചാരിറ്റി വർക്ക് നടത്താൻ വേണ്ടിയിട്ടാണ്. അത് ഗവൺമെൻറ്റിനെ കബളിപ്പിക്കലല്ല, മറിച്ച് ഗവൺമെൻറ്റിന് വേണ്ടി സമൂഹത്തിന് നന്മ ചെയ്യാനുള്ളൊരു അവസരമാണ്. അങ്ങനെ ഒരു പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണത്. ഈ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണെന്ന് അംഗീകരിച്ചു കൊണ്ട് കഴിഞ്ഞാൽ മാത്രമേ ആദായ നികുതി വകുപ്പിൽ നിന്ന് 12Aയും ATGയും ഒക്കെ കിട്ടുള്ളൂ. അങ്ങനെ ഇതൊക്കെ ഓൾറെഡി ഈ സംഘടനയ്ക്ക് കിട്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഇത് പ്രകാരം നമ്മൾക്ക് അതല്ലെങ്കിൽ നമുക്ക് ഭീമമായൊരു തുക ആദായ നികുതി ഇനത്തിലേക്ക് പോകും. അത് ഒഴിവാക്കാൻ അതുകൊണ്ട് സാധിച്ചു. അങ്ങനെ അത് ഒഴിവാക്കാൻ, അതല്ലെങ്കിൽ നമ്മൾ ഈ പണം പിരിച്ചു കൊണ്ടുവന്നിട്ട് ആദായ നികുതി വകുപ്പിലേക്ക് കൊടുക്കാൻ ഒരു ട്രസ്റ്റായി രൂപീകരിച്ച ശേഷമാണോ നിങ്ങൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നത്? ആശുപത്രി വികസന സമിതിയാണ് ഇങ്ങനെ ഒരു പണം പിരിക്കണം തീരുമാനിച്ചത്. ആശുപത്രി വികസന സമിതി തന്നെയാണ് ഇതൊരു ട്രസ്റ്റാക്കി രൂപീകരിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ട്രസ്റ്റി മെമ്പേഴ്സിനെ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ ഒരു മാനദണ്ഡം എന്തൊക്കെയാണ്? ആശുപത്രി വികസന സമിതിയിൽ എത്ര അംഗങ്ങളുണ്ടോ അവരൊക്കെ ഈ ട്രസ്റ്റ് മെമ്പർമാരാണ്. ആ കാലഘട്ടത്തിൽ ആരാണോ 8 പഞ്ചായത്ത് പ്രസിഡന്റ് ആരാണോ അവർ ഇതിലെ മെമ്പർമാരാണ്. അവരുടെ കാലാവധി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ ഇതിൽ നിന്ന് പോകേണ്ടി വരും. ഇതിലല്ല ഔദ്യോഗിക തലത്തിൽ നിന്ന്, അതായത് ആശുപത്രിയുടെ ഭാഗത്തുനിന്ന്, അതായത് ഡോക്ടേഴ്സിന്റെ ഭാഗത്തുനിന്ന് ഇത്ര മെമ്പർമാർ വേണമെന്നും അങ്ങനെയൊന്നുമില്ല. ആശുപത്രിയിലെ സീനിയർ മോസ്റ്റ് ഡോക്ടർ ഇതിൻ്റെ പ്രൊഫഷൻ കോർഡിനേറ്റർ ആയിരിക്കും, ഫിസിക്കൽ മെഡിസിനിൽ. ആശുപത്രിയിലെ ലേ സെക്രട്ടറി ഇതിൻ്റെ ലേ സെക്രട്ടറി ആയിരിക്കും, ട്രഷറർ ആയിരിക്കും. ആശുപത്രിയിലെ സൂപ്രണ്ട് ഇതിൻ്റെ ജനറൽ കൺവീനർ ആയിരിക്കും. അങ്ങനെയാണ് ഇതിൻ്റെ ഒരു സെറ്റപ്പായിട്ട് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ ഈ അക്കൗണ്ടിങ് സിസ്റ്റം ഒക്കെ എങ്ങനെയാണ് സാർ? തികച്ചും ഗവൺമെൻറ്, അതായത് രസം എന്താ വെച്ചാൽ നമ്മുടെ ഓഡിറ്റുകാർ ഇവിടെ വന്നു. എനിക്ക് ഏറ്റവും സന്തോഷം തോന്നി നമ്മുടെ മുൻ സെക്രട്ടറി CK നിത്യാണ്ട് LS വളരെ കണിശമായിട്ട് കണക്കുകൾ നോക്കുന്ന ആളാണ്. എന്നോട് തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങളുടെ ആരോഗ്യ വകുപ്പിൻ്റെ ഓഡിറ്റുള്ള ആൾക്കാർ വന്ന് പറഞ്ഞു, എൻ്റെ കണ്ണെന്ന് പറഞ്ഞു പോയൊരു കാര്യമാണ്. അവർ പറഞ്ഞു, ഡോക്ടറെ നിങ്ങളുടെ ആശുപത്രിക്ക് വേണ്ടിയിട്ട് 1 രൂപ ലയബിലിറ്റി തരാൻ ഞങ്ങൾ ഒരുപാട് ശ്രമിച്ചു, പക്ഷെ തോറ്റുപോയി. നിങ്ങൾ വിജയിച്ചിരിക്കുന്നു. 1 രൂപ പോലും നഷ്ടപ്പെടാത്ത രീതിയിൽ പക്ക കണക്കുകളാണ് ഇവിടെ തന്നിട്ടുള്ളത്. അഭിനന്ദിച്ചുകൊണ്ടാണ് അവർ കത്തയച്ചിട്ടുള്ളത്. അത്ര തുടക്കം മുതലേ സാറിൻ്റെ മനസ്സിൽ തുടങ്ങി അതിങ്ങനെ ആരംഭത്തിൽ സാറ് കൂടെ കൊണ്ടു നടന്ന, നെഞ്ചോടെടുത്ത് കൂടെ കൊണ്ടു നടന്ന ഈ ഒരു പ്രസ്ഥാനം തന്നെ പറയാം. വടകരക്കാരെ സംബന്ധിച്ചൊരു പ്രസ്ഥാനം, നിർധനരായ രോഗികളെ സഹായിക്കാനുള്ള ഈ പ്രസ്ഥാനം, അതിൻ്റെ ഈ ഒരു ചലനത്തിൽ എവിടെ വെച്ചാണ് ഇതിനൊരു വിവാദത്തിലേക്ക് നീങ്ങുന്നത്? സാറിൻ്റെ ഒരു കാഴ്ചപ്പാടിൽ എവിടെ വെച്ചായിരുന്നു അതിൻ്റെ ഒരു? യഥാർത്ഥത്തിൽ ഞാൻ ഏതെങ്കിലും ഒരു വിവാദം ഉണ്ടാക്കുന്നവരെയോ അല്ലെങ്കിൽ ഇതിൻ്റെ ആശുപത്രി വികസന സമിതിയിലെ അംഗങ്ങളെയോ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയോ മറ്റുള്ളവരെ വിമർശിക്കുകയോ ചെയ്യുന്നത് എൻ്റെ കസേരയിൽ ഇരുന്നു കൊണ്ട് 100% തെറ്റായ കാര്യമാണ്. ഞാനൊരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. അപ്പോൾ കക്ഷി രാഷ്ട്രീയത്തിലോ രാഷ്ട്രീയ വിവാദങ്ങളിലോ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ എനിക്ക് താല്പര്യമില്ല. മറിച്ച് എൻ്റെ താല്പര്യം കിഡ്നി പോയ പേഷ്യൻസിന് അവർക്കതിൻ്റെ ആനുകൂല്യങ്ങൾ കിട്ടണം. അവർക്ക് പരിപൂർണമായിട്ടുള്ള രോഗവിമുക്തി ലഭിക്കാൻ ആവശ്യമായ നടപടിക്രമങ്ങൾ എൻ്റെ ഭാഗത്തു നിന്ന്, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ആശുപത്രിയുടെ ഭാഗത്തു നിന്ന്, മാനേജ്മെൻറ്റ് കമ്മിറ്റിയുടെ ഭാഗത്തു നിന്ന്, ജില്ലാ പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്ന്, മുനിസിപ്പാലിറ്റിയുടെ ഭാഗത്ത് എന്ത് ചെയ്യാൻ സാധിക്കും, അതിലെനിക്കെങ്ങനെ നിമിത്തമാകാവും എന്നുള്ള ഗവേഷണം മാത്രമാണ് എൻ്റെ ഭാഗത്തുള്ളത്. അവർക്ക് പരമാവധി ഉപകാരം ചെയ്യപ്പെടുന്ന രീതിയിലുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് എൻ്റെ ലക്ഷ്യം. ഞാൻ വിവാദങ്ങളിലേക്ക് ഒരിക്കലും കടക്കില്ല. വിവാദ വിഷയങ്ങൾ
ഒരിക്കലും ഞാൻ പറയുന്നത് ഈ കസരയിൽ ഇരുന്നുകൊണ്ട് പറയാൻ കഴിയില്ല. ഇനി മറിച്ച് ഒരു രാഷ്ട്രീയക്കാരനായിട്ടൊക്കെ ആളുകളിലൊക്കെ മാറിക്കഴിഞ്ഞാൽ പറയുക ഇപ്പോഴത്തെ വിവാദം ഞാൻ ഉദ്ദേശിച്ചത് ഇത് ജനങ്ങളുടെ മനസ്സിൽ വന്നേ. ജനങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ ഒരു തുടക്കത്തിൽ ഇങ്ങനെ ഒരു ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു ദൈവതുല്യരായ ആൾക്കാർ വന്ന് ഞങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി. ഇവർ തന്നെ ദൈവത്തിന് വിരുദ്ധമായി, അതായത് ദൈവത്തിന് വിരുദ്ധമായി എന്ന് പറയുമ്പോൾ ആ ഒരു അവസ്ഥയിലേക്ക് പോകുന്നു എന്നല്ല സാധാരണ അത് ഇങ്ങനെ ഒരു ഫ്ലാഷ്. അവരൊക്കെ എൻ്റെ വ്യക്തിപരമായ അഭിപ്രായത്തിൽ എല്ലാ തെറ്റിദ്ധാരണയുള്ളവരും എല്ലാ തെറ്റിദ്ധാരണകളും മാറി നല്ല രീതിയിൽ അവർ സഹകരിച്ച് മുന്നോട്ട് പോകുന്നതാണ് ഞാൻ മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചിട്ടുള്ളത്. കാരണം എന്നും സത്യം വിജയിക്കും, ഞാനത് വിശ്വസിക്കുന്നത്. ഗാന്ധിജി എനിക്ക് അതിൽ ഒരു വലിയൊരു സത്യമാണ്. നിങ്ങളിവിടുത്തെ ഞാൻ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിവർത്തനമായ ഓരോ മേഖലകളിലും നിങ്ങൾ പോകുന്നതിന് മുമ്പ് പോയി നോക്കണം. കാഷ്വാലിറ്റിയിലാണെങ്കിലും ICUയിലാണെങ്കിലും ഡയാലിസിസ് സെൻ്ററിലാണെങ്കിലും എന്തിന് പുറത്ത് ഗാന്ധിജി ഒരു കാവൽക്കാരനായിട്ടുണ്ട്. എവിടെയും നിങ്ങൾക്കൊരു ഗാന്ധിജിയുടെ ഫോട്ടോ കാണാം. അതിൻ്റെ അടിയിൽ എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് എഴുതി വെച്ചത് നിങ്ങൾക്ക് കാണാം. വേദങ്ങളിൽ നിന്നാണ് ആ വാക്ക്. പറഞ്ഞ് നടന്നാൽ പോരാ, അത് പ്രവർത്തിക്കുന്നതിനെയാണ് നമുക്ക് വേണ്ടത്. ജീവിതം സന്ദേശമായി നിങ്ങൾ എവിടെ ഈ ആശുപത്രിയിൽ പോയി കഴിഞ്ഞാലും നിങ്ങൾക്ക് അവിടെ ഗാന്ധിജിയുടെ ഫോട്ടോ കാണാം. എൻ്റെ ഓഫീസിൽ നിങ്ങൾ പോയി നോക്കണം, കാഷ്വാലിറ്റിയിൽ നിങ്ങൾ പോകുക, അതല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിൽ നിന്ന് പോയി നോക്കുക, ലാബിൽ നിങ്ങൾ പോയി നോക്കണം, ഫാർമസിയിൽ നിങ്ങൾ പോയിക്കോളൂ. അവിടെയൊക്കെ ഒരു വലിയ ഗാന്ധിയുടെ ഫോട്ടോ നമുക്ക് കാണാം. അതിൻ്റെ അടിയിൽ ഇത് എഴുതി വെച്ചിട്ടുണ്ട്. ഗാന്ധിജി മാത്രമല്ല, ഞാനും കടത്തനാട് ചാനലും മനോജും തമ്മിലുള്ള ബന്ധം തന്നെ അങ്ങനെ തുടങ്ങിയതാണ്. ഗാന്ധിജി ഒരു ഏറ്റവും നല്ല രീതിയിൽ ഗാന്ധിജിയെ അവിടെ നമുക്ക് സ്വരൂപീകരണ കഴിഞ്ഞിട്ട് ഗാന്ധിജിയുടെ പ്രതിമ അവിടെ വെച്ചിട്ടുണ്ട്. കേരളത്തിലെ ഏതൊരു ഞാൻ ഉറപ്പിച്ച് പറയും, എൻ്റെ ആശുപത്രിയിൽ എൻ്റെ സ്റ്റാഫ് ദിനത്തിൽ റിപ്പബ്ലിക് ഡേയിൽ എല്ലാവരും ജാഥയായി വന്ന് മൗനമായി ഗാന്ധിജിക്ക് പുഷ്പാർച്ചന നടത്തുന്നതും ഈ രാജ്യസേവനത്തിന് വേണ്ടി സമർപ്പണം ചെയ്യുന്നതുമായിട്ടുള്ള ഈ രംഗം ഈ ആശുപത്രിയിൽ നിത്യേന എന്നൊരു കാഴ്ചയാണ്. അത് എൻ്റെ ആശുപത്രിയിലെ എൻ്റെ സ്റ്റാഫിൻ്റെ മണിപരിവർത്തനത്തിന് ഒരുപാട് സഹായമായിട്ടുണ്ട്. രാജ്യനന്മയാണ് ലക്ഷ്യം. പ്രപഞ്ചത്തിലെ എല്ലാ മനുഷ്യരുടെയും നന്മ ഒരു ആരോഗ്യ പ്രവർത്തകൻ്റെ സ്വപ്നമാണ്, ലക്ഷ്യമാണ്. അതവരെ പറഞ്ഞു മനസ്സിലാക്കുന്നതോട് ആ മഹാത്മാഗാന്ധിയുടെ ആ സന്ദേശം ഒരുപാട് ഉൾക്കൊള്ളുവാൻ എൻ്റെ ഇവിടെയുള്ള സ്റ്റാഫിന് സാധിച്ചിട്ടുണ്ട്. അതൊരു വലിയൊരു പുണ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതേപോലെ നിങ്ങളിങ്ങനെ വളരെ ആത്മസമർപ്പണം നടത്തി ഈ വൈദ്യശാസ്ത്രത്തിൽ വന്ന് വടകരയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, ഈ ജില്ലാ ആശുപത്രിയുടെ അഭിവൃദ്ധിക്ക് വേണ്ടി പല പല രംഗങ്ങളിലൂടെയും വികസനം കൊണ്ടുവന്നു. ഇങ്ങനെ ഒരു സമർപ്പണം നടത്തി ജീവിച്ചു വന്ന നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വിവാദങ്ങളിൽ പെട്ടപ്പോഴുണ്ടായ ഒരവസ്ഥ എന്തായിരുന്നു? ഞാനതാ പറഞ്ഞത്. ഞാനൊരിക്കലും സ്വാഭാവികമായിട്ട് നിങ്ങൾക്കറിയാലോ, ഒരാൾ ഒരടി അടിച്ചാൽ വേദന ഉണ്ടാവും. പക്ഷേ അക്കാര്യത്തിൽ ഞാൻ എപ്പോഴും ചിന്തിക്കുന്നത്, ഞാൻ എൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എൻ്റെ വിവാദങ്ങൾ ശ്രദ്ധിക്കാതെ എൻ്റെ കർമ്മങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഉദാഹരണത്തിന് ഇപ്പോൾ നമ്മുടെ ആശുപത്രിയിൽ ഇപ്പം 12 പോസ്റ്റ് അതിതായിട്ട് ലഭിച്ചിട്ടുണ്ട്. 3 സ്പെഷ്യാലിറ്റി തന്നെ വന്നിട്ടുണ്ട്. സൈക്യാട്രി, ഒരു ഫിസിയാട്രി, പൾമനോളജി ഒക്കെ, അനസ്തേഷ്യ ഒക്കെ വന്നിട്ടുണ്ട്. ഇത് കിട്ടാൻ വേണ്ടി ഞാൻ ഒരു 3 തവണയെങ്കിലും തിരുവനന്തപുരത്ത് പോയിട്ടുണ്ടാവും. നിരവധി ഓഫീസുകളിൽ ഞാൻ കയറി ഇറങ്ങിയിട്ടുണ്ടാവും. ഈ ആശുപത്രിയിൽ ഡോക്ടർമാരുടെ എണ്ണം കൂടണമെങ്കിൽ, രോഗികളുടെ എണ്ണത്തിനൊരു നിയന്ത്രണം വരണമെങ്കിൽ, കൂടുതൽ രോഗികളെ നോക്കണമെങ്കിൽ, ജില്ലാ ആശുപത്രിയുടെ പദവിയിലേക്ക് ഉയർത്തപ്പെട്ടിരിക്കുന്ന ഈ ആശുപത്രിയിൽ കൂടുതൽ സ്റ്റാഫ് പാറ്റേൺ വേണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു. അതിന് നമ്മുടെ ചീഫ് സെക്രട്ടറി വളരെയധികം സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. ഹെൽത്ത് സെക്രട്ടറി വളരെയധികം സംഭാവനയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഉദ്യോഗസ്ഥന്മാരെല്ലാവരും തന്നെ ഇത് കണ്ടിട്ടുള്ളതാണ്. ധാരാളം പേഷ്യൻസ് വരുന്ന സ്ഥലം. അതിന് അത്രമാത്രത്തോളം അതിൻ്റെ പിന്നിൽ ഈ വിവാദങ്ങളൊക്കെ നടക്കുമ്പോഴും ഞാൻ എൻ്റെ ജോലിയിൽ ഒരു തടസ്സവും തളർത്തിയിട്ടില്ല. ബ്ലഡ് ബാങ്ക്, അതിന് വേണ്ടിയിട്ട് അവിടെ പോവുകയും അവരുടെ അടുത്ത് പോവുകയും ശരിക്കുകയും ചെയ്യുന്ന നല്ലൊരു സമയം ഞാനിതിനു വേണ്ടി ഇപ്പോഴും ചിലവഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ഒരു എന്താ പറയുക, അതിന് ഞാൻ എൻ്റെ ഇതൊന്നും ഒരിക്കലും എൻ്റെ ഒരു ചിന്തകളിൽ പോലും ഞാൻ ഇതിനൊന്നും വഴങ്ങി കൊടുത്തിട്ടില്ല. ഞാനെപ്പോഴും ഒരു ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, അറിയുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും ഞാൻ എൻ്റെ കർമ്മങ്ങളുമായിട്ട് ഈ രോഗികളെ കാണാനും അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാനും, മാത്രമല്ല നിങ്ങൾ വിചാരിക്കുന്നതിനേക്കാൾ ഏറെ ബുദ്ധിമുട്ടാണ് നമ്മുടെ ഡയാലിസിസ് സെൻറ്റർ നടത്തുക എന്ന് പറയുന്നത്. നിങ്ങൾക്കറിയുമോ, ഒരു 2000 മുതൽ 2500 രൂപ വരെ പെർ ഹെഡ് ഇതിന് ചിലവാകും. നമ്മുടെ ആശുപത്രിയിലെ പ്രവർത്തനം നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ലോകമെമ്പാടുള്ള ജനതയോട് പറയാം, 3000-ലധികം
ഡയാലിസിസ് നമ്മുടെ ആശുപത്രിയിൽ ചെയ്തു കഴിഞ്ഞപ്പോൾ സൗജന്യമായിട്ട്, ഡയാലിസിസ് മാത്രമാണ് നിങ്ങൾ കരുതണ്ട, ഫ്രീ ആയിട്ട് അവരുടെ ലാബ് ഇൻവെസ്റ്റിഗേഷൻ, ഫ്രീ മെഡിസിൻസ് ലോകത്തിലൊരിടത്തുമില്ല. നിങ്ങൾക്ക് എവിടെ വേണേൽ ക്ലെയിം ചെയ്യാം, നോവർ ഇൻ ദ വേൾഡ്. ചിലയിടങ്ങളിൽ ഡയാലിസിസ് മാത്രമേ ഫ്രീ ആവുള്ളൂ, മെഡിസിൻസ് കൊടുക്കില്ല. ഒരു സർക്കാർ സെറ്റപ്പിൽ അങ്ങനെ കൊണ്ടുവരുന്നത് ഈ നാട്ടിലെ ജനതയുടെ പ്രാർത്ഥനയാണ്, അവരുടെ കൂട്ടായ്മയാണ്, അവരുടെ ഈശ്വര വിശ്വാസമാണ്. അവർ ഈ ആശുപത്രിയോട് അർപ്പിച്ചിരിക്കുന്ന ഒരു വ്യക്തിയിലുള്ള വിശ്വാസമല്ല, ഒരു ആശയത്തോട് അവർ നടത്തിയിരിക്കുന്ന പ്രതിബദ്ധതയാണ് എൻ്റെ വിജയം. വിവാദങ്ങൾ മറ്റുള്ള കാരണങ്ങൾ കൊണ്ടാവാം, പക്ഷെ അവരും ഒരു കാലത്ത് ഇത് തിരിച്ചറിഞ്ഞ് ഇതിലേക്ക് തന്നെ വരും. അത് എന്തോ ആയിക്കൊള്ളട്ടെ, ആ സത്യമായിട്ടുള്ള ഒന്നുണ്ടല്ലോ അതിവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നേരത്തെ നമ്മൾ കലയും സംഗീതവും ഇതൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നു, ശാസ്ത്രവും വിവാദങ്ങൾ, പ്രശ്നങ്ങൾ, സാറിൻ്റെ വിവാദങ്ങൾ. ഈ വിവാദങ്ങളിലൊക്കെ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞ പോലെ സംഗീതമൊക്കെ നിങ്ങൾ ഏത് രീതിയിലാണ് ഈ വിവാദങ്ങളിൽ ഞാൻ എന്തെങ്കിലും വിവാദങ്ങൾ ഉണ്ടാവും, ഞാൻ പിന്നെ ചെമ്പൈ വൈദ്യയുടെയോ അല്ലെങ്കിൽ ശങ്കരൻ നമ്പൂതിരിയുടെയോ ഒക്കെ ഞാൻ ക്ഷീരസാഗര എന്ന് കേട്ടിരിക്കും. എന്നെ ദേവഗാന്ധാരത്തിലെ ക്ഷീരസാഗര കേട്ടാൽ എൻ്റെ ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള, ഞാൻ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ക്ഷേത്രത്തിൽ 2 മണിക്കൂർ കച്ചേരി നടത്തി. ഈ ദിവസേന മിക്കവാറും ചില ദിവസങ്ങളിലൊക്കെ ഞാൻ കച്ചേരി പോകാറുണ്ട്. ഞാൻ അതിൻ്റെ ഒരു ആഴ്ച മുമ്പ് ഞാൻ മലപ്പുറത്ത് പോയിട്ട് ഒരു വലിയൊരു ക്ഷേത്രത്തിൽ കച്ചേരി നടത്തി. ഒരു 2 മണിക്കൂർ ഇരുന്ന് കച്ചേരി തന്നെയായിരുന്നു, സംഗീത കച്ചേരി തന്നെയായിരുന്നു. അപ്പോൾ അതിൽ ആ പാടുമുണ്ടാകുന്നൊരു സുഖം വളരെ വലുതാണ്. അത് മൃദംഗവും വയലിനൊക്കെ ആയിട്ട് പോകുമ്പോൾ രസാഹമായിട്ടുള്ളൊരു ഏർപ്പാടാണ്. ഒന്നും അറിയില്ല, അന്ന് തിരിച്ചറിയില്ല, സമയം പോകുന്നത് അറിയില്ല. ശരിക്കും നിങ്ങൾക്ക് ഈ സംഗീതം ഇത്തരം രംഗങ്ങളിൽ ശക്തി പകരുകയാണ്. അതിലേക്കാളേറെ എനിക്ക് ഒരുപാട് വൻ സൗഹൃദ വലയുണ്ട്, ചെറുതും വലുതുമായ അനേകായിരങ്ങൾ. ആ സൗഹൃദ വലയം എനിക്ക് വലിയൊരു കരുത്താണ്. അതിൽ പത്രസുഹൃത്തുക്കളുണ്ട്, പത്രമാധ്യമ സുഹൃത്തുക്കളുണ്ട്, ആധ്യാത്മികതയിലുള്ള ഉദ്യോഗസ്ഥന്മാരുണ്ട്, രാഷ്ട്രീയ പ്രവർത്തകരുണ്ട്, നല്ലവരായ ഒരുപാട് പേര്. എൻ്റെ ഒരുപാട് വൻ സൗഹൃദമുണ്ട് എനിക്ക്. ഈ സൗഹൃദത്തിൽ അവരൊക്കെ എന്ത് വന്നാലും അവർ തിരിച്ചറിഞ്ഞിരിക്കും. എൻ്റെ കാഴ്ചപ്പാടുകൾ അവർക്കറിയാം, എൻ്റെ പോരായ്മ അവർക്കറിയാം, എൻ്റെ നന്മയും അറിയാം. എൻ്റെ പോരായ്മകളുണ്ട്, അവരെന്നെ പരിഹരിക്കാറുണ്ട്, അവരെന്നോട് വിമർശിക്കാറുണ്ട്. എനിക്കത് ഇഷ്ടമാണ്. എൻ്റെ സുഹൃത്തുക്കളാണ് എൻ്റെ വിജയം. എൻ്റെ ഒരുപാട് നല്ല സുഹൃത്തുക്കൾ എനിക്കുണ്ട്. ആ സുഹൃത്തുക്കൾ എന്നെ വിളിച്ച് അത് അങ്ങനെയായില്ല ഡോക്ടറെ, നമുക്കത് അങ്ങനെ ചെയ്യാം, അവരെന്നോട് ഉപദേശിക്കാറുണ്ട്. ആ ഉപദേശം ഞാൻ വളരെ സത്യസന്ധമായി നടപ്പാക്കാറുണ്ട്. തെറ്റുകളുണ്ടാവാം, എൻ്റെ ജീവിതത്തിൽ ഒരുപാട് തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടാവാം. പക്ഷെ അതൊന്നും അറിഞ്ഞും കൊണ്ടല്ല, ഒരാളെ വേദനിപ്പിക്കാനല്ല, ഒന്നും മോഹിച്ചിട്ടല്ല, ഒന്നും അപഹരിക്കാനല്ല, മറിച്ച് എങ്ങനെയോ വന്നു പോകുന്നതാണ്. പരമാവധി തിരുത്താൻ പലപ്പോഴും ശ്രമിക്കാറുണ്ട്. അതുപോലെ ഡോക്ടർ, നമ്മൾ ഈ നേരത്തെ പറഞ്ഞ നിങ്ങൾ ആ ധന്വന്തരി നിധി ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഈ ധന്വന്തരി നിധി തന്നെ ഒരു സ്വകാര്യ ട്രസ്റ്റിനെ ഏൽപ്പിച്ചു എന്നൊക്കെ ജനങ്ങളുടെ ഇടയിൽ ഒരു സംസാരം. അതെന്താണ് അതിൻ്റെ? അതായത് അത് തെറ്റാണ്, അത് ആ വാക്ക് തന്നെ തെറ്റാണ്. സ്വകാര്യ ട്രസ്റ്റ് അല്ലത്, ഇതൊരു പൊതു ട്രസ്റ്റാണ്, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അതിൻ്റെ ആദ്യത്തെ ഖണ്ഡിക തന്നെ അങ്ങനെ എഴുതിയിട്ടുള്ളത് പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റാണ്. അങ്ങനെ പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റിന് മാത്രമേ ആദായ നികുതി വകുപ്പിലേക്ക് സ്വകാര്യ ട്രസ്റ്റിലേക്ക് ഇത് വരാനുള്ളൊരു സാഹചര്യം എന്തായിരുന്നു? സ്വകാര്യ ട്രസ്റ്റിലേക്ക് നീങ്ങാനുള്ളൊരു, അതാ ഞാൻ പറഞ്ഞത്. അങ്ങനെയുള്ള എന്താണ് അങ്ങനെ പറയുന്നത്? അയ്യോ, ഞാൻ പറയില്ല. ഇപ്പം വടകരയുള്ള മാധ്യമ സുഹൃത്തുക്കൾ മിടുക്കന്മാരാണ്. അവർ നല്ല രീതിയിൽ ഞാനായിട്ട് സഹകരിച്ചു പോകുന്നവരാണ്. അറിയില്ല, എനിക്കറിയില്ല എന്താ അങ്ങനെ പറയുന്നത്, എനിക്കറിയില്ല. ചില കാര്യങ്ങൾ എനിക്ക് മനസ്സിലാവാറില്ല. ചിലത് ഇപ്പോഴത്തെ എന്താ ഞാൻ പറയുക, ചില നമ്മളെ മീഡിയയിലൊക്കെ നമ്മൾ കാണുന്ന ചില പത്രവാർത്തകളൊക്കെ നമുക്ക് കാണുമ്പോൾ നമുക്കൊന്നും മനസ്സിലാവില്ല. ചിലത് കണ്ടാൽ ചിലതൊന്നും മനസ്സിലാവാതെയാവും. ഞാനപ്പനെ പറഞ്ഞ പോലെ എന്തിനാണെന്ന് അറിയില്ല, എന്താണെന്ന് മനസ്സിലാകില്ല. അതുപോലെ ഒന്നും മനസ്സിലാകാത്ത ചില വാക്കുകളാണത്. എനിക്കത് മനസ്സിലായിട്ടില്ല എന്താ അങ്ങനെ പറയുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ പരിമിതമായ അറിവ് വെച്ച് ഇതൊരു പൊതു ട്രസ്റ്റാണ്, പബ്ലിക് ചാരിറ്റബിൾ ട്രസ്റ്റ്. ആശുപത്രി വികസന സമിതിയാണ് അതിന് നേതൃത്വം കൊടുക്കുന്നത്. ഫൈനൽ വേർഡ് ഹോസ്പിറ്റൽ മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ്. ഇതിൻ്റെ മുന്നോട്ടുള്ള പ്രയാണം എങ്ങനെയായിരുന്നു സാറ് ഭാവനയിൽ കാണുന്നുണ്ടോ ഈ നിധിയുടെ? ചില ഇവിടെ 1 കോടി രൂപ ഇപ്പം ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചിട്ടുണ്ട്. ആ ജില്ലാ പഞ്ചായത്ത് മാറ്റിവെച്ചാലപ്പോൾ അവിടെ ഈ 1 കോടി രൂപ മാറ്റിവെച്ച് നല്ലൊരു കെട്ടിടം അവിടെ വരും. കെട്ടിടത്തിൻ്റെ പണീൻ്റെ ഇതൊക്കെ കിട്ടിയത് പ്ലാനും എസ്റ്റിമേറ്റും ഒക്കെ ആയതാണ്, ആശുപത്രിയോടനുബന്ധിച്ചുള്ള സ്ഥലം. അപ്പോൾ അവിടെ അങ്ങനെ ഒരു വലിയ കെട്ടിടം വരികയാണെങ്കിൽ പിന്നെ ഒരു ഗവേഷണ കേന്ദ്രം കൂടി വേണം. എന്തുകൊണ്ട് വൃക്കരോഗികളെ ചികിത്സിക്കുക എന്നുള്ളത് മാത്രമായിരിക്കരുത് അവരുടെ ഡോക്ടർ ലക്ഷ്യം. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്?
പഠിക്കേണ്ടതായിട്ടുണ്ട്. എന്തുകൊണ്ടാണ് ഒരാളുടെ ഈ വടകരയിലെ കൂടുതൽ കിഡ്നി പേഷ്യൻസിനെ കണ്ടെത്തുന്നു, എങ്ങനെ അത് നമുക്ക് നിർമ്മാർജ്ജനം ചെയ്യാൻ സാധിക്കും? ആ രീതിയിലുള്ള റിസർച്ച് ആറ്റിറ്റ്യൂഡ്സ് ഡോക്ടർമാർക്ക് വളർന്നു വരണം. അതിനുള്ള പഠന ഗവേഷണ കേന്ദ്രം വേണം നമുക്ക്. അങ്ങനെ അതൊരു നമുക്ക് ദിശാബോധം ഉള്ളതാണ്. ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ഈ രോഗികൾ അർഹരായവരെ പ്രയോറിറ്റി എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്? അത് പിന്നെ ഇപ്പം പണ്ടത്തെ ഈ പഴയ ലിസ്റ്റ് പ്രകാരം കുറേ BPL പേഷ്യൻസിനെയാണ് വിളിച്ചിട്ടുള്ളത്. പിന്നെ രോഗിയുടെ കാഠിന്യം ഒക്കെ ഡോക്ടറുടെ സീനിയർ മോസ്റ്റ് ഫിസിഷ്യൻ അതിൽ അവരുടെ കോർഡിനേറ്ററാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം വളരെ വലുതാണ്. അപ്പോൾ ഒരു കൃത്യമായി മറ്റുള്ള ഇതിൽ എല്ലാവരും ഇത് 2 കിഡ്നിയും പോവുക എന്ന് പറഞ്ഞാൽ തന്നെ സ്വാഭാവികമായിട്ടും പണവും പ്രതാപവും ഒന്നുമല്ല. നമുക്കിപ്പോൾ സൗകര്യങ്ങളില്ലാത്തതുകൊണ്ടാണ്. രസം എന്താ വെച്ചാൽ കഴിഞ്ഞ ദിവസം അമേരിക്കയിൽ നിന്നൊരു ഡോക്ടർ സുരേഷ്, അദ്ദേഹം 10 ഫ്രീ മെഷീൻ തരാമെന്ന് പറഞ്ഞിരിക്കുക, ഒന്നും ഒരു പണം കൊടുക്കാതെ. കഴിഞ്ഞ ദിവസം അവിടെ പോയിരുന്നു, കളക്ട്രേറ്റിൽ പോയിരുന്നു. അപ്പോൾ 10 മെഷീൻ. അപ്പോൾ അങ്ങനെയൊക്കെ വന്നാൽ നമുക്ക് അത്ര ധാരാളം ഇത്രത്തോളം പേഷ്യൻസ് നമുക്ക് ചെയ്യാൻ പറ്റും, സൗജന്യമായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. അതൊരു വലിയൊരു സംഭവമാണ് ഒരു ആശുപത്രിയെ സംബന്ധിച്ചിടത്തോളം. വലിയ കാര്യമാണ്, ഒരു ജനതയ്ക്ക് കിട്ടുന്ന ഏറ്റവും വലിയൊരു അംഗീകാരമാണ്. ഇതിൻ്റെ ഒരു നിങ്ങളുടെ ഭാവനയിൽ ഇതിൻ്റെ ഒരു ലക്ഷ്യം എവിടെയാണ്? നിങ്ങൾ എൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിലുള്ള ഒരു രോഗി, ഒരു പാവപ്പെട്ട രോഗി, അതല്ലെങ്കിൽ പൈസ ഇല്ലാത്തതുകൊണ്ട് രോഗം വന്നു പോകുക അല്ലെങ്കിൽ ചികിത്സിക്കപ്പെടാതിരിക്കുക എന്നുള്ളൊരു സാഹചര്യം ഉണ്ടാവരുത്. വലിയ ദയനീയമല്ലേ? ഒരു പ്രകൃതിയുടെ വികൃതി കൊണ്ട് ഏതെങ്കിലും ഒരു രോഗമായാൽ അയാൾക്ക് പണമില്ലാത്തതിൻ്റെ പേരിൽ ചികിത്സിക്കപ്പെടാതെ പോവുക, പണമില്ലാത്തതിൻ്റെ ഒരു ഹാർട്ട് ഓപ്പറേഷൻ നടക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു സാഹചര്യം ഒന്നും ഒരിക്കലും വരാൻ പാടില്ല. എനിക്കും നിങ്ങൾക്കൊരു ബാധ്യതയുണ്ട്, ഈ നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഇതൊക്കെ ചെയ്തു കൊടുക്കാനുള്ളൊരു ബാധ്യത. നമ്മളെപ്പോലെ തന്നെ നമ്മളെ അയൽപ്പക്കക്കാരെ നമ്മൾ കണ്ടിരിക്കണം. അവനൊരു വിഷമം വരുമ്പോൾ നമ്മൾ അവൻ്റെ ഒരു താങ്ങായി മാറണം. അങ്ങനെ ഒരു മാസ് പാർട്ടിസിപ്പേഷൻ ഹെൽത്തിൻ്റെ ഭാഗത്ത് വരണം, എല്ലാ മേഖലകളിലും വേണം. ഇത് പ്രത്യേകിച്ച് രോഗിയായി കഴിഞ്ഞാൽ അവനെ സംരക്ഷിക്കാനുള്ള ഒരു ബാധ്യത. ഇപ്പോൾ അങ്ങനെയല്ല, ഒരു പച്ചവെള്ളം കൊടുക്കുന്നത് പോലും പേടിയാവുക ഇപ്പോൾ ആൾക്കാർക്ക്. അത് കൊടുത്താൽ എന്തേലും സംഭവിക്കുമോ? എവിടെയും ഒരു ഉദാസീനത വരുന്നുണ്ട്. അത് അനുവദിക്കപ്പെടാൻ പാടില്ല. നമുക്കത് മാറ്റിയെടുത്തേ മതിയാവുള്ളൂ. നമുക്കൊരു കടപ്പാട്, നമ്മുടെ തലമുറയ്ക്ക് ഒരു കടപ്പാട്. നമ്മുടെ പഴയ തലമുറ നമ്മളെ ഏൽപ്പിച്ച ഒരു സ്നേഹമുണ്ടല്ലോ, ഒരു സാമീപ്യമുണ്ടല്ലോ, അടുത്ത തലമുറയ്ക്ക് നാമാണ് അത് പകർന്നു കൊടുക്കേണ്ടത്. അപ്പം നമുക്കതിന് വലിയൊരു ബാധ്യതയുണ്ട് അത് പൂർത്തീകരിക്കാനായിട്ട്. അതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സാറ് സാധാരണ രാവിലെ പൂജാമുറിയിൽ എങ്ങനെയാണ് സാറിൻ്റെ തുടക്കം? ഞാൻ രാവിലെ ഒരു 4:30 മണിക്ക് ഇന്നലെ എഴുന്നേറ്റിട്ടുണ്ടാവും. ഇന്ന് രാവിലെ ഇത്രയും കാലം ഞാൻ ഒരു മണിക്കൂറോളം എൻ്റെ കർണാടക സംഗീതത്തിൻ്റെ പാഠമുണ്ട്, സാധകമുണ്ട്. അത് കഴിഞ്ഞ് ഞാൻ രാമായണം വായിക്കും, അല്ലെങ്കിൽ ഭാഗവതം. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് നേരം എൻ്റെ എക്സസൈസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അങ്ങനെ പോകും. അങ്ങനെ എൻ്റെ പ്രക്രിയകൾ ആരംഭിക്കുന്നത്. പ്രാർത്ഥന എങ്ങനെയാണ്? ഒരു പൂജാമുറിയിലെ പ്രാർത്ഥന എന്തിനൊക്കെയാണ് സാർ പ്രാർത്ഥിക്കുന്നത്? എന്താണ് പ്രാർത്ഥന? എൻ്റെ പ്രാർത്ഥന മന്ത്രങ്ങൾ ഉരുവിടുക എന്നുള്ളതാണ്. ധാരാളം മന്ത്രങ്ങൾ ജപിക്കും. എന്തായാലും ഞാൻ അവസാനം പറയുന്നത് ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന്, ലോകം മുഴുവൻ സുഖമായിരിക്കട്ടെ എന്ന്. ഞാൻ മാത്രം സുഖമായിരിക്കണം എന്ന് എനിക്ക് വിശ്വാസമില്ല. ലോകത്തിലെ സകല ചരാചരങ്ങളും, ഇവിടുത്തെ പശുവും മൃഗവും എല്ലാ സമസ്ത ജീവജാലങ്ങളും സുഖമായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നൊരു മന്ത്രമാണ് ലോക സമസ്ത സുഖിനോ ഭവന്തു. ഞാനത് വിശ്വസിക്കുകയും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾ പ്രേക്ഷകർക്ക് വേണ്ടി കവിത പാരായണം ചെയ്തു രണ്ടുപേരും. അതുപോലെ ഒരു സംഗീതജ്ഞ എന്ന രീതിയിൽ നിങ്ങൾ നേരത്തെ പറഞ്ഞു ചെമ്പയുടെയും ഒക്കെ പാരായണം ചെയ്യാറുണ്ടെന്നൊക്കെ. അപ്പോൾ അതിലൊരു ക്ലാസിക് സോങ്, ഒരു 2 വരി പ്രേക്ഷകർക്ക് വേണ്ടി. കർണാടക സംഗീതം എന്ന് പറയുന്നത് ഒരുപാട് പക്ഷെ എല്ലാ കീർത്തനങ്ങളും അത് തന്നെയാണ്. സ്വാതിരുന്നാളും പിന്നെ പുരന്ദരദാസനും ത്യാഗരാജസ്വാമികളുടെയൊക്കെ കീർത്തനങ്ങളെ നമുക്കുള്ളൂ. അതിൽ പിന്നെ ദേവഗാന്ധാരത്തിലെ 2 വരിയാണ്. ദേവഗാന്ധരം ക്ഷീരസാഗര ശയന എന്നുള്ളതാണ്. അത് എങ്ങനെയാണ്? ക്ഷീരസാഗര ശയന അനനു ക്ഷീരസാഗര ശയന അനനു ചിന്തനു വേട്ട വാലേന രാമ ചിന്തനു വേ
അനുഭവം സാറിനുണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. പക്ഷേ ഈ മ്യൂസിക് തെറാപ്പി എന്ന് പറയുന്നത് അങ്ങനെയല്ല. അത് ഇത് വൈദ്യശാസ്ത്രം ഒരു കച്ചവടമല്ല യഥാർത്ഥത്തിൽ. വൈദ്യശാസ്ത്രം ഒരു വലിയൊരു സേവനമാണ്. ഒരുവൻ്റെ രോഗം ബാധിച്ചിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഒരാൾക്കും ഉണ്ടാവാൻ പാടില്ല. യഥാർത്ഥത്തിൽ മനുഷ്യൻ്റെ ഏറ്റവും വലിയ മൂല്യബോധമാണ് ഒരു മനുഷ്യനെ ചികിത്സിക്കുക എന്നുള്ളത്. അത് വലിയൊരു സേവനമാണ്, ഈശ്വരനാൽ നിയോഗിക്കപ്പെട്ട വലിയൊരു കർമ്മമാണ്. അപ്പോൾ മ്യൂസിക് തെറാപ്പി അങ്ങനെ ഒരു രൂപത്തിലോട്ട് മാറാൻ പാടില്ല. പക്ഷേ സംഗീതത്തെ സ്നേഹിക്കുന്നതിന് ഈ പാട്ട് കേട്ടാൽ ഒരു തരം വല്ലാത്തൊരു അഭിനിവേശമുണ്ട്. പാട്ട് മനുഷ്യൻ്റെ വല്ലാത്തൊരു വീക്ക്നെസ്സാണ്. അത് മനുഷ്യൻ്റെ ചിന്തകളെ വല്ലാതെ ഉദ്ദീപിപ്പിക്കുന്നുണ്ട്, വല്ലാതെ എനർജി ഉണ്ട്, പോസിറ്റീവ് എനർജി ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ ജീവിതത്തിൽ അങ്ങനെ നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചിട്ട് എൻ്റെ ഒരു അടുത്ത ബന്ധു കർണാടക സംഗീതത്തിൻ്റെ ഒരു തരം ഒരു വല്ലാത്തൊരാളാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയി, ഉണ്ണി തോടി രാഗത്തിൽ എനിക്ക് വേണ്ടി ഒരു കീർത്തനം അവതരിപ്പിക്കണം എന്ന് പറഞ്ഞു. രോഗി, അയാൾക്ക് ഹെമിപ്ലീസിയായിട്ട് കിടക്കുക. അപ്പോൾ അയാൾ സാധാരണഗതിയിൽ ഇങ്ങനെ എഴുന്നേറ്റ് ഇരിക്കാനൊന്നും ശ്രമിക്കുന്നത്. ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയിട്ട് ഒരു ഗംഭീര കീർത്തനം, ഒരു തോടി രാഗത്തിൽ. അപ്പോൾ അദ്ദേഹം ഒരു സുഖമായിട്ട് ഒരു എഴുന്നേൽക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ കൈയൊക്കെ വെച്ചിട്ട് എഴുന്നേറ്റ് വളരെ പോസിറ്റീവായിട്ട് മുന്നോട്ട് പോവുക ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് അത് വ്യക്തമാണ്. കാരണം അയാളുടെ മരുമകൻ പാടുന്നു, അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത ബന്ധു പാടുന്നു, അദ്ദേഹത്തിന് സേവനമായിട്ട് അത് കാണുന്നു. അതൊരു വലിയൊരു കാര്യമല്ലേ. അപ്പോൾ അയാൾക്ക് അതായത് പറയുന്നത് മ്യൂസിക് തെറാപ്പിക്ക് ഒരു വലിയൊരു റോളുണ്ട് ഇതിലൊക്കെ. പലപ്പോഴും പക്ഷേ നമ്മുടെ നാട്ടിൽ ഇതൊക്കെ അവസാനം എന്താവും എന്ന് പറഞ്ഞാൽ ഒരു വ്യവസായമാവും. അതൊക്കെ അതിനോട് യോജിപ്പില്ല. പക്ഷേ യഥാർത്ഥത്തിൽ ഇതിനൊക്കെ വലിയ റോളുണ്ട്. സംഗീത ചികിത്സയ്ക്ക് വലിയ റോളുണ്ട്. സാറിൻ്റെ ഈ ഔദ്യോഗിക ജീവിതത്തിനിടയിൽ പല തീരുമാനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ എന്തെങ്കിലും വികസന പ്രവർത്തനങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ ആലോചിക്കുമ്പോൾ അതിന് തടസ്സമായി നിൽക്കുന്ന കാര്യങ്ങൾ എന്തായിരിക്കും? നിയമസംഹിതകളാണ്. അതായത് നമുക്ക് ഒരു ഫ്രീ ഹാൻഡ് കിട്ടില്ല പലപ്പോഴും. എന്നുവെച്ചാൽ ഒരു കാര്യം ചെയ്യണമെങ്കിൽ നിരവധി വകുപ്പുകളുടെ ഏകോപനം വേണം. ഒരു ചെറിയൊരു കാര്യം ചെയ്യണമെങ്കിൽ അപ്പോൾ ആ എല്ലാ വകുപ്പുകളിൽ നിന്നും കാര്യങ്ങൾ കിട്ടുമ്പോഴേക്കും സമയം പാടും വൈകും. അതിനൊരു പോംവഴി നാം കണ്ടെത്തേണ്ടതായിട്ടുണ്ട്. ഇതെല്ലാം ഒരു സിസ്റ്റത്തിലോട്ട്, ഒരു ഏകജാലകം പോലെ കൊണ്ടുവന്നാൽ വികസന പ്രവർത്തനങ്ങൾ ഒരുപാട് നമുക്ക് മാറ്റേണ്ടതായിട്ടുണ്ട്. പിന്നെ മാത്രമല്ല, അടിസ്ഥാനപരമായിട്ട് ഇതൊക്കെ എൻ്റെ നാടിന് വേണ്ടി സമർപ്പിക്കുന്ന ഓരോ അവസരമായിരിക്കണം. ഒരാളുടെ തൊഴിലെന്ന് പറയുന്നത്, ഞാൻ എന്തിനു വേണ്ടി തൊഴിൽ ചെയ്യുന്നു, എൻ്റെ ഇന്ത്യക്ക് വേണ്ടി തൊഴിൽ ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മൾ മാറേണ്ടിയിരിക്കുന്നു. അതൊക്കെ ഒരു സമർപ്പണം പോലെ അവരുടെ മനസ്സിൽ നിന്ന് വരണം. ഞാൻ കുറച്ച് നേരം ഡോക്ടറായി ജോലി ചെയ്തു, അല്ലെങ്കിൽ ഞാനിങ്ങനെ സ്റ്റാഫ് നഴ്സായി ജോലി ചെയ്തു, അതെൻ്റെ ഭാരതത്തിലെ ജനങ്ങൾക്ക്, എൻ്റെ നാട്ടിലെ ജനങ്ങൾക്ക് വേണ്ടി ജോലി ചെയ്യണം. അത് സന്തോഷത്തോടെ ചെയ്യുന്ന ഒരു സ്ഥിതിയിലേക്ക് അവനെത്തണം. അപ്പോൾ സാറിൻ്റെ ഈ ചിന്താഗതി സാറിൻ്റെ സബോർഡിനേറ്റ്സിലേക്ക് വളരെയധികം നന്നായിട്ട് അവരത് സ്വീകരിക്കുന്നുണ്ട്. അവർക്ക് വളരെ വ്യത്യസ്തമായിട്ടാണ് അവർ അതിനെ സ്വീകരിക്കുന്നത്. എപ്പോഴും അവർക്ക് അവരുടെ സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തണം, അവർക്ക് വേണ്ട സൗകര്യങ്ങൾ നമ്മൾ കൊടുക്കണം. പലപ്പോഴും അവരുടെ സൗകര്യങ്ങളില്ലാതെ അവരെ ബലാത്കാരമായിട്ട് അവരുടെ പിന്നെ ലീവ് നിഷേധിച്ചു കൊണ്ടൊന്നുമല്ല, അവരെ നമ്മുടെ കൂടെ നിർത്തി, അവരെ നമ്മുടെ കൂടെ ഇറങ്ങി വന്ന് അവർക്ക് പ്രോത്സാഹനം കൊടുക്കും. അവർക്കൊരു നെഗറ്റീവ് എനർജി അല്ല, അവരെ അപ്ലിഫ്റ്റ് ചെയ്ത് കൊണ്ടുവരിക നമ്മൾ ചെയ്യേണ്ടത്. താലൂക്ക് ആശുപത്രിയിലൊക്കെ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യാം, എന്നാൽ ജില്ലാ തലത്തിൽ മെഡിക്കൽ കോളേജിലൊക്കെ അതെന്താണ് അതിൻ്റെയൊക്കെ ഒരു ജില്ലാ മെഡിക്കൽ കോളേജിൽ പ്രവർത്തിക്കുന്ന ഡോക്ടർമാർക്ക് ഇപ്പോൾ അവരുടെ സ്വകാര്യ പ്രാക്ടീസ് ബാൻ ചെയ്തിട്ടുണ്ട്. അതിൽ ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ സത്യസന്ധമായിട്ട് നിങ്ങൾ എന്നോട് ചോദിക്കരുത്, അതെൻ്റെ ഒരു അഭിപ്രായം, ഞാനത് പറയുന്നത് ശരിയല്ല. പക്ഷേ ഒന്ന് ഞാൻ പറയും, കേരളത്തിലെ ഏറ്റവും അറിയപ്പെടുന്ന ഡോക്ടർമാർ ഇപ്പോൾ CBC വാര്യരും ഡോക്ടർ NS വേണുപോലൊക്കെ സ്വകാര്യ പ്രാക്ടീസ് ചെയ്തവരാണ്. നല്ല അധ്യാപകരായിരുന്നു, നല്ല ടീച്ചേഴ്സായിരുന്നു, അത് നല്ല ചികിത്സകരായിരുന്നു. ഇവരൊക്കെ കേരളത്തിലെ മിക്കവാറും സാധാരണക്കാരും ഇടത്തരക്കാരും പണക്കാരനും ഒക്കെ VVIPകളൊക്കെ ചികിത്സിക്കുന്ന പ്രഗത്ഭന്മാരായിരുന്നു. അവരൊന്നും സ്വകാര്യ പ്രാക്ടീസ് കൊണ്ടുവന്നവർ മോശമായിട്ടല്ല. അതൊക്കെ അവരുടെ എല്ലാ കാര്യങ്ങളും സമൂഹത്തിൻ്റെ നന്മയ്ക്ക് അവരുടെ സമർപ്പണമായിരിക്കണം. അത് അവരുടെ ഭാഷയിൽ നിന്ന്, അവരുടെ കർമ്മങ്ങളിൽ നിന്ന് അവർ തെളിയിക്കേണ്ടതാണ്. അങ്ങനെ ഒരു രീതിയിലേക്ക് അല്ലാണ്ട് കാര്യങ്ങൾ സ്വകാര്യ പ്രാക്ടീസിനായിട്ട് മാത്രം ചെയ്യുമ്പോഴാണ് അത് തെറ്റിദ്ധാരണയ്ക്ക് ഇട നൽകുന്നത്. മറിച്ച് അതൊരു ജീവിതോപാധി ആയിട്ട് ചിലപ്പോൾ ഒരു പേഷ്യൻ്റ് വന്നു, ഞാൻ മെഡിക്കൽ കോളേജിൽ പ്രൊഫസറാ നോക്കില്ല എന്നും പറയുന്നത് ശരിയല്ല, അവരെ പിടിച്ച് മോശമാക്കുന്നത് ശരിയല്ല. നേരെ മറിച്ച് അവർ സമൂഹത്തിന് വേണ്ടി മാക്സിമം അവർ ജനങ്ങളിൽ ഒരാളായിട്ട് മാറും, ജനപക്ഷത്ത് നിൽക്കണം. അങ്ങനെ അവർ കുറച്ച് സ്വകാര്യ പ്രാക്ടീസ് ചെയ്യുന്നില്ല. എനിക്ക് വലിയൊരു എനിക്ക് വ്യക്തിപരമായിട്ട് അതിനോടൊന്നും എനിക്ക് വലിയ അത്ഭുതമായിട്ട് തോന്നുന്നില്ല. നല്ല മിടുക്കന്മാരുണ്ടായിരുന്നു ആ കൂട്ടത്തിൽ. അതുപോലെ സാർ ഒരു കച്ചേരി നടത്തി, എല്ലാ ജനങ്ങളും കൈയടിക്കുകയാണ്. ആ ഒരു അനുഭവം അതേപോലെ സാർ ഒരു രോഗിയെ, ഒരു മാറാത്തൊരു രോഗം മാറ്റി
ഈ രണ്ട് കാര്യങ്ങൾ സാറ് ഏത് രീതി എങ്ങനെയാണ് കാണുന്നത്? എനിക്ക് അത് രണ്ട് തരം സന്തോഷമാണ്. പക്ഷേ കർമ്മങ്ങളിലൂടെ മറ്റും രണ്ടും ഒരു സംഗീതത്തിൻ്റെ ഒരു ഉപാസനയിലൂടെ കിട്ടുന്നതാണ്. രണ്ടും ഒരുപോലെ തന്നെയൊക്കെയാണ്. പക്ഷേ രോഗികൾ അത് മാറുമ്പോണ്ടല്ലോ അതൊരു വലിയൊരു സുഖം. അത് എനിക്ക് സുഖമായി ഡോക്ടർ എന്ന് കേൾക്കുന്നത് ഭയങ്കര മാത്രം ഒരു ഡയഗ്നോസ് ചെയ്തിട്ട് ആ ഡയഗ്നോസിസ് കറക്റ്റായി ആൾ ഭേദപ്പെട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന വലിയൊരു സന്തോഷമുണ്ടല്ലോ, വലിയൊരു തന്നെയാണത്. നിങ്ങൾ സംഗീതത്തെയും കലയെയും ഈ വൈദ്യശാസ്ത്രത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വൈദ്യശാസ്ത്രത്തിൽ റിലാക്സ് ചെയ്യാൻ വേണ്ടി സംഗീതത്തെയും കലയെയും അങ്ങനെയല്ല. എൻ്റെ ആത്മനിർവൃതിക്കാണ് എൻ്റെ സംഗീതം. അതൊരു ഉപാസനയാണ് സംഗീതം. വൈദ്യശാസ്ത്രം പരിശീലിക്കുമ്പോൾ തന്നെ ഞാനത് കൊണ്ടു നടക്കുന്നു എന്നേ ഉള്ളൂ. അതെൻ്റെ ഒരു ആത്മനിർവൃതിയാണ്. അത് വലിയൊരു നിർവൃതിയുണ്ട്. ഡോക്ടർ, ഈ സംഗീതവും വൈദ്യശാസ്ത്രവും തമ്മിൽ ഏതെങ്കിലും തരത്തിലൊരു ബന്ധമുള്ളതായിട്ട് സാറിന് തോന്നി? എപ്പോഴും അതൊക്കെ മ്യൂസിക് തെറാപ്പി അതിൻ്റെ ഭാഗമാണ്. സംഗീതം നമ്മളെ ഒരുപാട് മാനസികപരമായിട്ട് ഉല്ലാസം തരുന്ന ഒന്നാണ്. സമാധാനം ഒരു ഡോക്ടർക്ക് ആവശ്യമാണ്. അതിൻ്റെ ഭാഗമാണ് ഇതൊക്കെ. തീർച്ചയായും. സാർ ഇപ്പോൾ എത്ര വർഷമായി? ഇപ്പോൾ ഒരു 2-2.25 കൊല്ലമായി. ഈ വർഷത്തിനിടയിൽ ഇപ്പോൾ ഇരിക്കുമ്പോൾ സാറിൻ്റെ ഒരു സംതൃപ്തമായ ഒരു മനസ്സ് അതൊന്ന് തുറന്നു. ഞാൻ ഏറ്റവും കൂടുതൽ ഇവിടുത്തെ ഓരോരോ സ്ഥലത്ത് പോകുമ്പോൾ എനിക്ക് സംതൃപ്തിയുണ്ട്. ആ വികസന പ്രവർത്തനങ്ങളൊക്കെ നന്നായിട്ട് അവർ സംരക്ഷിക്കുന്നുണ്ട്. എല്ലായിടങ്ങളിലും നല്ല പൂന്തോട്ടമുണ്ട്. നിങ്ങൾക്ക് കാണാം, നല്ല എല്ലായിടത്തും പൂന്തോട്ടമുണ്ട്. ചീഫ് സെക്രട്ടറി വന്നിരുന്നു. ചീഫ് സെക്രട്ടറിയുടെ ചീഫ് സെക്രട്ടറി ഏറ്റവും നല്ല കമ്മിറ്റ്മെൻറ്റ് ചെയ്തു. അദ്ദേഹം വടകരക്കാരനാണ്. അദ്ദേഹത്തിൻ്റെ ആ വാക്ക് ഞങ്ങൾക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്, ഞങ്ങളുടെ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ. അദ്ദേഹം വന്ന് അത് റെക്കഗ്നൈസ് ചെയ്തു. അത് ഞങ്ങൾക്ക് വലിയൊരു അംഗീകാരമാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളേറ്റവും വലിയ ഉദ്യോഗസ്ഥനാണ് അദ്ദേഹത്തിന് അത് കണ്ട് ബോധ്യപ്പെട്ട് അതൊരു നല്ലൊരു അംഗീകാരം തരാമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. എനിക്ക് മാത്രമല്ല, ഇവിടുത്തെ എല്ലാ സ്റ്റാഫിനും അതൊരു വലിയ അംഗീകാരമാണ്. ഒരു സ്മെല്ല് പോലും ഈ ആശുപത്രിയിലില്ല. ഒരു ആശുപത്രിയിൽ ഒരു സ്മെല്ല് നിങ്ങൾക്ക് കാണാൻ കഴിയില്ല. എവിടെയും പൂന്തോട്ടം, നല്ല കെട്ടിടം വരുന്നുണ്ട്, നല്ല മോർച്ചറി യൂണിറ്റ് വരുന്നുണ്ട്, നല്ല പീഡിയാട്രിക് ICU ഉണ്ട്. നിങ്ങൾ ഓരോ സ്ഥലത്തും ഓരോ വികസനം ഇവിടെ വന്നിട്ടുണ്ടാവും. എല്ലാ മേഖലകളിലും ധാരാളം ഡോക്ടർമാരായി, എല്ലാ സ്റ്റാഫായി. ഇനി ഇത് കൂടുതൽ ഈ ആശുപത്രി വളരണം. ഈ നാട്ടിലെ ജനങ്ങൾക്കത് ഉപയുക്തമാകണം. അത് ഇപ്പം നമ്മുടെ ജില്ലാ പഞ്ചായത്ത് പ്രസിഡൻ്റൊക്കെ വലിയ സംഭാവനയാണ് അവർ നൽകുന്നത്. അവർ വലിയൊരു താല്പര്യത്തിലാണിത് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും വളരെ ഇഫക്റ്റീവായിട്ട് കാര്യങ്ങൾ നോക്കുന്ന ഒരു ഇതായിട്ടാണ് എനിക്ക് തോന്നിയത്. ഈ കെട്ടിടം ധന്വന്തരി ഡയാലിസിസ് സെൻറ്ററിന് വേണ്ടി പുതുതായിട്ട് രൂപകൽപ്പന ചെയ്ത സൗജന്യമായിട്ടാണ് ഇത് ഒരാൾ വരച്ച് തന്നത്, എസ്റ്റിമേറ്റ് ഉണ്ടാക്കിയത്. ഇത് ആശുപത്രിയോട് അനുബന്ധിച്ചിട്ട് ഉണ്ടാക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. അത് ശ്രീ ഗോപാലൻ ഇതിൻ്റെ ഒരു നല്ലൊരു ഭാഗം തുകയെടുക്കുക എന്ന് പറഞ്ഞാൽ ചില പ്രശ്നങ്ങളുടെ പേരിൽ ഇപ്പോഴും അത് മുടങ്ങിക്കിടക്കുകയാണ്. അത് പൂർത്തീകരിക്കാത്തതിനുള്ള ഒരു വിഷമം എന്നെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും ബാക്കി നിൽക്കുകയാണ്. സമീപഭാവിയിൽ തന്നെ അത് പൂർത്തീകരിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. കാരണം ജില്ലാ പഞ്ചായത്ത് അതിന് ഏതായാലും 1 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോൾ സമീപഭാവിയിൽ അത് നല്ല രീതിയിൽ പ്രവർത്തനം ആരംഭിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.